എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2025 മാർച്ച് അവസാനത്തോടുകൂടി മഹാശനിമാറ്റം നടക്കുകയാണെന്ന് നമുക്കറിയാം. ശനി മാറുന്നത് കുംഭം രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കാണ്. ശനി രാശിമാറ്റം നടത്തുമ്പോൾ 2.5 വർഷക്കാലമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശനിയുടെ രാശിമാറ്റത്തിന് ഏറ്റവും പ്രാധാന്യം വരുന്നത്. വ്യാഴം 1 വർഷക്കാലമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ശനി 2.5 വർഷക്കാലമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ശനി രാശിമാറ്റം നടത്തുമ്പോൾ അതായത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ചാരഫലങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശനിയുടെ മാറ്റം ദോഷകരമായി ബാധിക്കുന്നത് മീനക്കൂറിൽപ്പെട്ടവർ, അതുപോലെ തന്നെ ശനി നിൽക്കുന്നതിൻ്റെ 4ാം ഇടം എന്ന് പറയുന്നത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറുകാർ 7ാം ഇടം എന്ന് പറയുന്നത് കേന്ദ്രഭാവങ്ങളെയാണ് നമ്മൾ കണ്ടകശനിയായിട്ട് കണക്കാക്കുന്നത്. അതായത് 7ാം ഭാവം കന്നിരാശിയാണ്. 10ാം ഇടം എന്ന് പറയുമ്പോൾ ധനുരാശിയുമാണ്. കൂടാതെ അഷ്ടമശനി എന്ന് പറയുന്ന നമ്മളെ പലതരത്തിലും ദോഷകരമായി ബാധിക്കുന്നൊരവസ്ഥയുണ്ട്. അത് ചിങ്ങക്കൂറുകാരെയാണ് ബാധിക്കുന്നത്. ഇത് കൂടാതെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നതാണ് ജന്മശനി എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ശനി നിൽക്കുന്ന രാശിയിൽപ്പെട്ടവരെയാണ് ബാധിക്കുന്നത്. ശനി നിൽക്കുന്ന രാശി എന്ന് പറയുമ്പോൾ മീനൻ രാശിക്കാരെയാണ് ഇനി ബാധിക്കാൻ പോകുന്നത്. ഇതുവരെ കുംഭം രാശിക്കാർക്കാണ് ജന്മശനിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇനി മീനൻ രാശിക്കാരാണ് രാശിയുടെ കടന്നു പോകുന്നത്. മീനൻ രാശിക്കാരെക്കുറിച്ചും, അതായത് ജന്മശനിയെക്കുറിച്ചും ഏഴരശനിയെക്കുറിച്ചും വിശദമായി പറയേണ്ടത് കൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി നമുക്ക് 4, 7, 10 ഭാവങ്ങളിൽ കണ്ടകശനിയുടെ കാഠിന്യം അനുഭവിക്കുന്നവർ ഏതൊക്കെ തരത്തിലാണ് അവരെ ശനി ബാധിക്കുന്നത്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കൂടാതെ അഷ്ടമശനി ബാധിക്കുന്നവരെ ഏത് തരത്തിലൊക്കെ ബാധിക്കാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ചെയ്യേണ്ട കർമ്മങ്ങൾ, വഴിപാടുകൾ, മന്ത്രജപങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് മിഥുനക്കൂറുകാരെ കുറിച്ച് ചിന്തിക്കാം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കന്നി, മിഥുനം, ധനു എന്നിവ ശനിയുടെ കേന്ദ്രഭാവങ്ങളായിട്ടാണ് മീനൻ രാശിയിൽ വരുമ്പോൾ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പം കന്നി എന്ന് പറയുമ്പോൾ കന്നിയുടെ 7ാം ഇടത്താണ് വരുന്നത്. ധനു എന്ന് പറയുമ്പോൾ ധനുവിൻ്റെ 4ാം ഇടത്താണ് ശനി വരുന്നത്. അതുപോലെ തന്നെ മിഥുനക്കൂറിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 10ാം ഇടത്താണ് ശനി വരുന്നത്. അതുകൊണ്ട് തന്നെ 10ാം ഇടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ശനി 10ാം ഇടത്ത് വരുമ്പോൾ അത് കർമ്മഭാവമാണ്. കർമ്മഭാവത്തിൽ വരുമ്പോൾ കർമ്മമേഖലയിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ കുറിച്ചാണ് പ്രധാനമായിട്ടും ചിന്തിക്കാനുള്ളത്. ശനി കർമ്മമേഖലയിൽ വരുമ്പോൾ ഏതൊരു കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പലതരത്തിലുള്ള ദോഷകരമായ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവരും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ, തിരുവാതിര, പുണർത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ ചേർന്നവയാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണെങ്കിൽ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന പീഡകൾ, പലതരത്തിലുള്ള പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകാം. അതിലൊന്നും ചെന്ന് വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാലഘട്ടങ്ങളിൽ സ്നേഹപൂർവ്വം തരുന്ന പാരിതോഷികങ്ങൾ പോലും സ്വീകരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പേരുദോഷവും ധനഹാനിയും മാനഹാനിയും ഒക്കെ ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ മറ്റ് കർമ്മ മേഖലകളിലേക്ക് വരുമ്പോൾ
പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായി തീരാവുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ പ്രതീക്ഷിക്കുന്ന പോലെ ഉള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായി എന്ന് വരുന്നതല്ല ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കും സ്വയം സംരംഭകർക്കുമൊക്കെ സാമ്പത്തികമായ പ്രതിസന്ധികൾ മാത്രമല്ല, വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരിക, അതുവഴി ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കരുതിയിരിക്കേണ്ടതാണ്. അതുപോലെ കലാകാരന്മാർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് കർമ്മമേഖലയിൽ വർക്കുകൾ കുറയുക, ചെയ്യുന്ന വർക്കുകൾക്ക് അതുപോലുള്ള പ്രതിഫലം ലഭിക്കാതിരിക്കുക, പ്രതീക്ഷിച്ച നേട്ടങ്ങളോ അതുപോലെ തന്നെ അവാർഡുകളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ അതൊക്കെ പ്രതീക്ഷിച്ച നിലവാരത്തിൽ എത്താതെ വരിക അല്ലെങ്കിൽ ലഭിക്കാതിരിക്കുക എന്നൊക്കെയുള്ള മാനസികമായ പ്രതിസന്ധികളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാവുന്നതാണ്. ഇതൊക്കെ കർമ്മ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അത് എല്ലാ കർമ്മ മേഖലയിലും കർഷകരെയും കലാകാരന്മാരെയും മാത്രമല്ല, ഉദ്യോഗസ്ഥരെയും മാത്രമല്ല, എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവരെ കണ്ടകശനിയുടെ കാഠിന്യം മൂലം പലതരത്തിലുള്ള പ്രതിസന്ധികൾ കർമ്മമേഖലകളിൽ ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നതാണ്. എങ്കിലും ശനി അനുകൂലമായി ഗ്രഹനിലയിൽ നിൽക്കുന്നവരെ കാര്യമായി ബാധിക്കത്തുമില്ല. അനുകൂലമെന്ന് പറയുമ്പോൾ ശനി യോഗകാരിയായിട്ട് നിൽക്കുക, അതുപോലെ തന്നെ ശനി സ്വക്ഷേത്ര ബലവാനായിട്ടും ഉച്ചസ്ഥനായിട്ടുമൊക്കെ നിൽക്കുന്നവരെയും ദശമഹായോഗം പോലെയുള്ള യോഗങ്ങളുള്ളവരെയും ഒന്നും കാര്യമായി ബാധിക്കത്തില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്കിതിന് വേണ്ട കർമ്മങ്ങളും പ്രതിവിധികളും ഒക്കെ ഏറ്റവും ഒടുവിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കണ്ടകശനിയുടെ കാഠിന്യം അനുഭവിക്കേണ്ടി വരുന്നത് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ എന്ന് പറയുമ്പോൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്രക്കാരാണ്. അവരുടെ 7ാം ഇടത്താണ് ശനി വരാൻ പോകുന്നത്. 7ാം ഇടത്ത് ശനി വരുമ്പോൾ 7ാം ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ദമ്പതികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ചിലരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിരൂക്ഷമാകാനുള്ള സാധ്യതകൾ, അതിൻ്റെ ഫലമായിട്ട് ഡിവോഴ്സിൽ വരെ എത്താവുന്ന അവസ്ഥകൾ വരെ ഉണ്ടാകാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുക, പ്രതീക്ഷിക്കുന്ന സമയത്തും കാലത്തും വിവാഹം നടക്കാതെ വരിക, പ്രണയബന്ധങ്ങൾക്കിടയിൽ ബ്രേക്കപ്പ് ഉണ്ടാകുക, അതുമൂലം ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെ 7ാം ഇടത്ത് ശനി നിൽക്കുന്നവർക്ക് ഉണ്ടാകാവുന്ന ഏതാനും ചെറിയ പ്രശ്നങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ പ്രത്യേകം കരുതിയിരിക്കേണ്ടതും അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാണെന്ന കാര്യം ഓർക്കുക. ഇത് കന്യക്കൂറുകാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഇതിനുള്ള പ്രതിവിധികളും പറഞ്ഞു തരാം. ഇനി കണ്ടകശനി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4ാം ഇടത്താണ് ശനി വരുന്നത്. 4ാം ഭാവം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ്. എന്ന് പറയുമ്പോൾ മാതാവ്, സുഹൃത്തുക്കളെ, വീട്, വാഹനം ഇവയൊക്കെ 4ാം ഭാവമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം മാതാവിന് അസുഖങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു കാലഘട്ടം, മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യതകൾ, അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ, അതായത് 4ാം ഇടം എന്ന് പറയുമ്പോൾ വീടാണ്. വീടുമായി ബന്ധപ്പെട്ട് പൊതുവേ ഒരു അഭിപ്രായ വ്യത്യാസവും അതുമൂലം ഉണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങളും ഒക്കെ കരുതിയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാഹന മേഖലകളായിട്ട് എല്ലാ വാഹന മേഖലകൾ എന്ന് പറയുമ്പം എല്ലാ വാഹനങ്ങളും വരും. അപ്പോൾ ആ മേഖലകളുമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ബിസിനസ്സുകാർക്കൊക്കെ കുറച്ച് പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലുള്ള ബിസിനസ്സുകളൊക്കെ നടക്കാതെ വരികയും അതുവഴി ഉണ്ടാകാവുന്ന സാമ്പത്തിക ക്ലേശങ്ങളും ഒക്കെ ഒന്ന് കരുതിയിരിക്കേണ്ടതാണ്. വാഹനം ഓടിക്കുന്നവരും വളരെയേറെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ സൗഹൃദങ്ങൾക്കിടയിൽ അകൽച്ച, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാലഘട്ടമായിരിക്കും ഈ കണ്ടകശനി വരുന്ന 4ാം ഇടത്തുള്ളവർക്ക്. കാരണം പല സുഹൃത്തുക്കളും അകന്നു പോകാനും പല ബന്ധുക്കളും അകന്നു പോകാനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്.
ഇതാണ് കണ്ടകശനിക്കാർ ഓരോ ഭാവത്തിലും കണ്ടകശനി വരുമ്പോൾ ഉണ്ടാകാവുന്ന ഏതാനും ചില ദോഷവശങ്ങൾ എന്ന് പറയുന്നു. ഇനി അഷ്ടമശനിയാണ്. അഷ്ടമശനി എന്ന് പറയുമ്പോൾ ശനി അഷ്ടമത്തിൽ 8ാമിടത്ത് വരുമ്പോഴാണ് നമ്മൾ അഷ്ടമശനി എന്ന് പറയുന്നത്. അത് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളമാണ് അഷ്ടമശനി കാലം എന്ന് പറയുന്നത്. ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യ പാദം ഈ നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ചും ഇപ്പോൾ കണ്ടകശനി കഴിഞ്ഞിട്ട് അഷ്ടമശനിയിലേക്ക് കടക്കുന്ന കാലഘട്ടമാണ്. കണ്ടകശനി കഴിയുന്നു, അഷ്ടമശനിയിലേക്ക് കടക്കുന്നു. കണ്ടകശനിയുടെ അത്രയും ദോഷം അഷ്ടമശനി ചെയ്യില്ലെങ്കിലും പലപ്പോഴും രോഗാതുരമായ അവസ്ഥകളിൽ കൊണ്ട് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഷ്ടമശനി മൂലം പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബന്ധങ്ങൾക്കിടയിലും തൊഴിലിടങ്ങളിലുമൊക്കെ പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകേണ്ടതാണ്. പൊതുവേ കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് അത്രത്തോളം ദോഷം ഉണ്ടാകില്ലെങ്കിൽ പോലും അഷ്ടമശനിയുടെ കാലഘട്ടം കുറേയൊക്കെ ദോഷങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇനിയും ഓരോരുത്തരും അനുവർത്തിച്ച് വരേണ്ട ദോഷങ്ങൾ അകറ്റാൻ അനുവർത്തിച്ച് വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. പൊതുവേ ഞാൻ ആദ്യമേ പറഞ്ഞു, ഗ്രഹനില അനുകൂലമായിട്ടുള്ളവർക്ക് ഈ ദോഷങ്ങളൊന്നും കാര്യമായി ബാധിക്കില്ല. അതുകൊണ്ട് ഗ്രഹനില പരിശോധിപ്പിച്ചെന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം ശബരിമല ക്ഷേത്ര ദർശനം ഏറ്റവും അനുകൂലമാണ്. യോഗശാസ്താവിനെ തൊഴുത് പ്രാർത്ഥിക്കുന്നതും അവിടെ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഒക്കെ ശനീശ്വരപ്രീതി ലഭിക്കുന്നതും ദോഷങ്ങൾ അകറ്റുന്നതിനും ഒരു പരിധി വരെയെങ്കിലും ഗുണകരമായിരിക്കും. ഇപ്പോൾ എല്ലാ മാസവും ശബരിമല തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ദർശനത്തിനുള്ള സാധ്യത വളരെ അനുകൂലമാണ്. പോകാൻ കഴിയുന്നവർക്ക് അവിടെ പോയി ദർശനം നടത്താവുന്നതും ദോഷങ്ങൾ കുറയ്ക്കാവുന്നതുമാണ്. അതിന് കഴിയാത്തവർക്ക് തൊട്ടടുത്തുള്ള വീടിനടുത്തൊക്കെയുള്ള ശാസ്താ ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒരു ശനിയാഴ്ചയെങ്കിലും നീരാഞ്ജനം നടത്തുന്നത് വളരെ ഗുണമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഹനുമാൻ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഉചിതമായിരിക്കും. പിന്നീട് ചെയ്യാവുന്ന വഴിപാടെന്ന് പറയാവുന്നത് പ്രധാനമായിട്ടും ശിവക്ഷേത്രങ്ങളാണ്. ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ധാര നടത്തുകയും ഒക്കെ ചെയ്യുന്നതും ദോഷവശങ്ങൾ കുറയുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും. കൂടാതെ ഏറ്റവും പ്രധാനമായി ചെയ്യാവുന്ന മറ്റൊരു കാര്യം അന്നദാനം എന്ന് പറയുന്ന കർമ്മം നടത്തുകയാണ്. അത് നടത്തേണ്ടത് അർഹതപ്പെട്ടവർക്കാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അന്നദാനം കൊടുക്കേണ്ടവർക്ക് തന്നെ ആ ദാനം നടത്തുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. അനാഥാലയങ്ങളിലൊക്കെ അന്നദാനം നടത്തുന്നതും ഏറ്റവും ഗുണകരമായിരിക്കുകയും ചെയ്യും, ദോഷവശങ്ങൾ കുറയുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ വലിയ ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇതൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ ദോഷവശങ്ങൾ കുറയുന്നതായിരിക്കും. ഒപ്പം ഗ്രഹനില പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അനുവർത്തിച്ച് പോയാൽ ദോഷവശങ്ങളെക്കുറിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധവും വാസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോ, അതായത് ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക, മടിക്കാതിരിക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.